ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഫിറോസ് സാർ നമ്മൾ സൂചിപ്പിച്ചു, എല്ലാവരും മൊബൈലും കാര്യങ്ങളാണല്ലോ, കമ്പ്യൂട്ടറൊക്കെ ആണല്ലോ. അതൊന്നും മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എന്നാലും മുഴുവൻ നേരവും അതിലേക്ക് ആണ് നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ള കാലമാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ അറിവുകളും ഇപ്പോൾ വിരൽത്തുമ്പിലാണ്. പണ്ട് പറയും ചിന്തയിലാണ് അറിവുകൾ എന്ന് പറയും. ഇന്ന് അറിവുകൾ ചിന്തയിലല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം. ഇന്ന് അറിവുകൾ വിരൽത്തുമ്പിലാണ്. കാരണം ഒന്നിനെ കുറിച്ച് എനിക്കറിയില്ല. എനിക്കൊരു മൊബൈല് ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാനും മനസ്സിലാക്കാനും സാധിക്കും. ആ ഒരു അഹങ്കാരം ഇന്നത്തെ യുവജനതയിലുണ്ട്. കാരണം പണ്ട് ലൈബ്രറികളിലും നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലം ആലോചിക്കുക, ലൈബ്രറിയെ ആശ്രയിക്കാതെ ഒരു വിവരവും ഒരു കാര്യവും കിട്ടില്ല. ഒരു നല്ല ബുക്ക് പോലും കടി കാണാൻ പോലും നമുക്ക് സാധിക്കില്ല. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളിൽ കൂടെ ജനിച്ചു വളർന്നവരെ നമ്മളൊക്കെ സ്വന്തമായി ഒരു ബുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്ത കാലഘട്ടമാണ്. ഇന്ന് പൈസ വേണ്ട ഒരു ബുക്ക് വായിക്കാൻ. ഇന്നത്തെ യുവതയ്ക്ക് ഒരു ബുക്ക് വായിക്കണമെങ്കിൽ അതിന് പൈസ വേണ്ട, ലൈബ്രറിയിൽ പോകേണ്ടതൊന്നും വേണ്ട. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആരുടെ ബുക്ക് വേണമെങ്കിൽ അവർ വായിക്കാം. അതിൻ്റെ മുഴുവൻ വായിച്ച് മനസ്സിലാക്കണമെന്നില്ല, ക്രിസ്പായിട്ട് വായിക്കണം, അത് ചെയ്യാം. 15 മിനിറ്റ് എനിക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ആ ബുക്കിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചെറുപ്പകാലത്ത് ഓർമ്മയില്ലേ, ഡ്രാക്കുള എത്ര ഭാഗങ്ങൾ, ആ ബുക്ക് വായിക്കാൻ വേണ്ടി എത്ര ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടാക്കണം. അതുപോലെ വിമൽ മിത്രയുടെ ബുക്കുകൾ എത്ര ഭാഗങ്ങളാണ് അതൊക്കെ വായിക്കുന്നത്. അന്നത്തെ ഒരു ആവേശമാണ്, അന്നത്തെ ചെറുപ്പക്കാരുടെ ആവേശങ്ങളായിരുന്നു അത്ര ബുക്കുകൾ വായിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വായിച്ചു കൂട്ടണങ്ങൾ ഉണ്ടാക്കുന്ന നേരവും സമയവും ഒക്കെ വേണം. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കൂടെ ഇരിക്കുമ്പോൾ പരസ്പരം ചർച്ച ചെയ്യുക ബുക്കിനെ കുറിച്ചായിരിക്കും. MD ആയാലും ശരി, അവരെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കടന്നു വരുന്ന ഒരാൾക്കാർ. അപ്പൊ ഇന്ന് അത്തരം കാര്യങ്ങളില്ല. കാരണം ഇന്നൊക്കെ സ്വാർത്ഥരാണ്. നമ്മുടെ വിരൽത്തുമ്പിലെ കാര്യമില്ല. അയലൊക്കത്ത് എന്ത് നടക്കുന്നു, ഒരു മരണം നടന്നാൽ ഒരു അയലൊക്കത്ത് അറിയാത്ത കാലഘട്ടം. ഞാനൊരു അത്ഭുതമായിട്ട് പറയല്ല, ഞാനെൻ്റെ ചില അനുഭവങ്ങളിൽ നിന്ന് പറയുന്നു. തൊട്ടടുത്തൊരു മരണം നടന്നാൽ ആ വീട്ടിൽ മരണം നടന്നിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ അറിയില്ല. ഉറക്കെ നിലവിളിക്കാൻ അവിടെ ആരും ഇല്ലെങ്കിൽ അറിയില്ല അവിടെ ആ മരണം നടന്നിട്ടുണ്ടോ. ആ വീട്ടിലെ വിശേഷവും നമ്മൾ അറിയുന്നില്ല. അവിടെ ഒരാൾ വയ്യാതെ കുറെ കാലമായി കിടക്കുന്നുണ്ട് എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അത്ര പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പ്രാധാന്യം നഷ്ടപ്പെടുന്നതല്ല, ഒരു ജീവിതകാലം മുഴുവൻ ഈ സമൂഹത്തിലും ഈ നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആൾക്കാരുടെ വീക്ഷണവും കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രാധാന്യമാണ് നഷ്ടപ്പെട്ടത്. 2 ദിവസം മരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമല്ലോ മരിച്ചു. അപ്പോഴൊരു നിസ്സംഗത ഭാവമാണ് നമ്മളിലെല്ലാം ഉള്ളത്. അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത്തരം അവസ്ഥയ്ക്കാണ് ലൈബ്രറി. നമുക്കറിയാം ലൈബ്രറി എന്തിനാണ് നമ്മൾ ഗ്രാമത്തിൽ നിലനിൽക്കുന്നത്, ഒരു നാട്ടിൽ നിലനിൽക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ നാട്ടിൽ ഇത്രയധികം അക്ഷരാഭ്യാസ കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ കിട്ടാതെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് ലൈബ്രറികളിലാണ്. ഒരു ലൈബ്രറി എന്നല്ല, അതിലെ എല്ലാ ലൈബ്രറികളും കാര്യമായി സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ലോക വയോജന ദിനം, വനിതാ ദിനം, കുട്ടികളുടെ ദിനം തന്നെ നടത്തണം നിശ്ചയിക്കുകയും അതിനൊന്നും കേൾവിക്കാരും പോയിട്ട് ആ ഭാഗത്തേക്ക് വരാൻ തന്നെ ആലോചിക്കുക ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. സാറിനോട് സൂചിപ്പിച്ചു, ഞങ്ങൾ ഇന്നലെ നടന്ന് പറഞ്ഞതാണ് വരണം. വരില്ല എന്നാരും പറഞ്ഞില്ലല്ലോ. അതെല്ലാം പോസിറ്റീവാണ്. ചെന്ന് പറയുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ നടക്കുന്നില്ല എന്നുള്ളൊരു വിഷമം നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. ഇനിയും പരിപാടികളുണ്ട്. സാറിനോട് സൂചിപ്പിച്ചവർ നമുക്ക് ഒത്തൊരുമിച്ച് നടന്നാൽ ഇപ്പോഴും നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ ഇനിയും നമുക്ക് നല്ല പരിപാടികൾ നടത്താൻ സാധിക്കും. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ
പരിപാടിയുടെ ഉദ്ഘാടനമായിട്ട് ഡോക്ടർ സുബ്രഹ്മണ്യ സാറിനെ ആദരവോടെ ക്ഷണിച്ചു. ബഹുമാന്യനായ അധ്യക്ഷൻ സതീഷ് കുമാർ, നാഷണൽസ് ലൈബ്രറി ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി നജീബ് മാഷ്, ഭാസ്കരൻ, ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന ആദരണീയരായ വയോജന സുഹൃത്തുക്കൾ, ഇതാണ് വയോജന ദിനം വളരെ ഔദ്യോഗികമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുക. എല്ലാത്തിനും ദിനങ്ങളാണ്. ചിൽഡ്രൻസ് ഡേ ഉണ്ട്, യൂത്ത് ഡേ ഉണ്ട്, റീഡേഴ്സ് ഡേ ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലോകരാഷ്ട്രങ്ങളിലും അംഗീകരിക്കുന്ന ഒരു ദിനമായി തോന്നിയിരിക്കുകയാണ് ഒക്ടോബർ 2. നമ്മുടെ ഗാന്ധി ജയന്തി പോലെ വയോജനങ്ങളെ ഓർക്കുകയും എങ്ങനെ നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ വയോജന സൗഹൃദങ്ങളാക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കേണ്ട ദിവസമാണ്. പല പല വയോജനങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ സാധാരണ ഒരു റിട്ടയർമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 55-56 വയസ്സ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇൻഫിനിറ്റ് ആണ്. നമുക്ക് ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ മനുഷ്യരുടെ ആയുസ് 150 വരെ വലിയ കുഴപ്പമില്ലാതെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നു കഴിഞ്ഞ് കുറേ പ്രായോഗികമാണ്. ചില പ്രത്യേകിച്ച് അതിൽ വലിയ പരീക്ഷണങ്ങൾ നടന്നത് USA മറ്റൊന്ന് ചൈനയിലാണ്. ചൈനയിലെ അവരുടെ ശാസ്ത്ര പഠനങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മളുടെ ജനതിക എഡിറ്റിംഗ് നടത്തിയിട്ട് നമ്മുടെ ഈ പ്രായം വരുന്ന ചില സെല്ലുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ നമുക്ക് നരയൊന്നുമില്ലാത്ത ഒരു കാലത്തിലേക്ക് വേണമെങ്കിൽ വരാം. അതിനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഓർഗൻസിനെയും മാറ്റിയെടുക്കാവുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ പണ്ട് നമ്മുടെ കവിതകളുമായി മരണമില്ലാത്ത ആ ആർട്ടിക്കിൾ, ആ ഒരു ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ ഡെത്ത് ഓഫ് ഡെത്ത് എന്നാണ്. മരണത്തിന് മരണമെന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ മരണമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അധികം ആളുകളൊന്നും ഇങ്ങനെയുള്ള ഈ നമ്മളിപ്പോൾ ഇങ്ങനെ ഓഫ് ആയിട്ടുള്ള പരിപാടികൾ, അതായത് ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും വല്ല കാര്യങ്ങൾ കൂടി ഇതിലൊഴിവാണ്. സ്വയമേവേ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം പൊതുവേ കുറവാണ്. അതിൽ നമ്മൾ പ്രയാസപ്പെട്ട കാര്യമില്ല. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വളരെയധികം ശ്രമം നടത്തി ചിലപ്പോൾ കുറേ ആളുകൾ, അങ്ങനെ ആളുകൾ വന്നിട്ട് കാര്യമില്ല. ഈ വിഷയമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അതിൽ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പരിപാടി വിജയിക്കും. അപ്പോൾ ഒരാളുകൾ കുറഞ്ഞു പോയാൽ അതിൽ താല്പര്യമുള്ള കുറച്ച് പേരുണ്ടല്ലോ നമുക്ക്. അപ്പം എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വായനയും സൗഹൃദവും എങ്ങനെയാണ് നമ്മുടെ വാർദ്ധക്യകാലം ആഘോഷമാക്കുന്നത്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വാർദ്ധക്യകാലം നന്നായിട്ട് ആഘോഷിക്കാൻ കഴിയുന്നതാണ്. അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ
പലപ്പോഴും പല ആളുകൾക്ക് നമുക്ക് സാധാരണ ജീവിതത്തിലുള്ള മാതിരി തന്നെ ആളുകൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസകരമാണ്. എന്നാലും ആ പ്രയാസം വേണേൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ കുറയ്ക്കാൻ പറ്റും. ഈ രണ്ടുകൊണ്ടും കുറയ്ക്കാൻ പറ്റും. നമ്മുടെ വായനാശീലം കൊണ്ട് കുറയ്ക്കാൻ പറ്റും, സൗഹൃദ ബന്ധങ്ങളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇടയ്ക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ചും കൂടി നമ്മളുടെ ഈ ഇതേമാതിരിയുള്ള കൂട്ടായ്മകളിൽ നമ്മളറിയാതെ തന്നെ ആളുകൾ പങ്കെടുക്കും. കാരണം എനിക്കൊരു സുഹൃത്തിനൊരു സുഹൃത്ത്, അപ്പൊ അവരോടുള്ള ഒരു അടുപ്പം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പരിപാടികൾ പങ്കെടുക്കും. ഞാനിവിടെ പലപ്പോഴും നമ്മുടെ എല്ലാ ദിവസവും തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമല്ല, എല്ലാ ദിവസവും പോകുന്നില്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രത്തിന്റെ സാഹിത്യ അക്കാദമിയിലുണ്ട്, അതിന്റെ പല ഹാളുകളിലുണ്ട്, ടൗൺ ഹാളുണ്ട്, സംഗീത നാടക അക്കാദമി ഉണ്ട്, എല്ലാവരുടെയും പരിപാടികൾ നടക്കാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കള് നമ്മളെ നിർബന്ധിക്കുമ്പോൾ നമ്മള് പ്രത്യേകിച്ച് പരിപാടികൾ നമുക്ക് അത്ര താല്പര്യമില്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കും. അപ്പോൾ ഈ സൗഹൃദത്തിന് അങ്ങനെ വലിയൊരു പങ്കുണ്ട്. ഇപ്പൊ ഞാനിവിടെ 2-3 പ്രാവശ്യം പങ്കെടുത്തപ്പോൾ ഞാൻ ഇവരുടെ ഒരു സുഹൃത്തായി മാറി. അപ്പം അവര് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ അറിയാതെ അത് പങ്കെടുക്കാൻ നിർബന്ധിതനായിട്ടില്ല. അതാണ് സൗഹൃദം എന്ന് പറയുന്നത്. അപ്പൊ സൗഹൃദം, നല്ല സൗഹൃദങ്ങൾ ഇല്ലാത്തത് പലപ്പോഴും പ്രയാസമാണ്. അല്ലെങ്കിൽ ചില ആളുകളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ആളുകൾ നമ്മുടെ സുഹൃത്തിന് ഇപ്പൊ സ്ഥിരമായിട്ട് വരുന്നൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു കൊല്ലത്തോളമായി എൻ്റെ വളരെ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനാണ് വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞിട്ട്. പണ്ടൊക്കെ പത്രങ്ങളിലൊക്കെ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നത് നന്നായിട്ട് വായിക്കുകയും ചെയ്യും. പുള്ളി മനോരമയുടെ 2 ആഴ്ച മുമ്പ് ഞാൻ വീട്ടിൽ പോയിരുന്നു പുള്ളിയെ കാണാൻ. ഒഴിവുള്ളപ്പോൾ പോയി കാണും. കാരണം എൻ്റെ വിഷയത്തിൽ എന്നെ തറ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കാണാൻ പോയിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഗോപി കണ്ടാൽ, ഗോപി ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയെ. അപ്പൊ ഗോപി ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് പുള്ളിയെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഗോപിയോട് പറഞ്ഞു, ഗോപി എനിക്കായാലും പോയി കാണണം, മാഷിന്റെ ഒരു ആഗ്രഹമാണ്. ഗോപി പോയി കൊണ്ട് അതിന്റെ അടുത്ത ദിവസമാണ് മാഷ് ഞങ്ങളെ കൊടുത്തത്. അപ്പൊ മാഷിന്റെ റൂമിൽ, മാഷിന്റെ മേശപ്പുറത്ത് ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം വായിച്ചുകൊണ്ടിരിക്കുന്ന റൂമിന്റെ കഥകളുണ്ട്. അപ്പൻ തമ്പുരാൻ ലൈബ്രറിയിലെ അംഗമാണ്. അപ്പോൾ ഒരു 80-82 വയസ്സായി, 82 വയസ്സായി. അപ്പൊ ആ സമയത്തും മറ്റ് അസുഖങ്ങളൊന്നുമില്ല, വലിയ സീരിയസ് ആയിട്ട് അസുഖങ്ങളൊന്നും പുള്ളിക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മരിച്ചു പോയതാണ്. നമ്മുടെ കോവിഡിന് ശേഷം അങ്ങനെ കുറെ ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയത്. പക്ഷെ എങ്കിലും പുള്ളി രണ്ടും നിലനിർത്തി എന്നുള്ളതാണ്. സൗഹൃദവും നിലനിർത്തി, ഈ പുസ്തകവും അടുത്ത സുഹൃത്തായിട്ട് നിലനിർത്തി. പലപ്പോഴും ഞങ്ങളോട് സംസാരിക്കാറുണ്ട്, പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, രാഷ്ട്രീയം സംസ്കരിക്കാറുണ്ട്, സംസ്കാരത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ധൈര്യം ഉണ്ടാകും. ഇപ്പൊ ഇവിടെ വിളിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, നല്ല സുഹൃത്തുബന്ധത്തിന്റെ വില ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പഠിപ്പും വായനൊന്നും വേണ്ട കാര്യമില്ല, എല്ലാത്തിനും നമുക്ക് അറിയാവുന്നതാണ്. അപ്പം നമ്മുടെ അറിയാതെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ രക്തബന്ധത്തിനേക്കാൾ അടുത്തൊരു ബന്ധമാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. അവരിപ്പോ കണ്ണൂരോ ലോകത്തിലെ എവിടെയാണെങ്കിലും നമ്മളുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യം എടുക്കുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയാം, അധികം ദീർഘിക്കുന്നില്ല, എങ്കിലൊരു അനുഭവം പറയാം. ഞാൻ നാട്യസം കോളേജിലാണ് അവസാന കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും മിക്കവാറും അയ്യന്തോളിൽ സ്കൂട്ടർ വെച്ചിട്ട് ബസ്സിന് പോകും, തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം ടൗണിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ ചെമ്പുക്കാവില് വരും. അവിടെ ഒരു കരിക്ക് കച്ചവടം നടത്തുന്നൊരു നാടൻ കരിക്ക് എന്തെങ്കിലും വെച്ച്. അപ്പൊ ഞാൻ ആ ദിവസത്തെ ബുദ്ധിമുട്ട് പണിയൊക്കെ കഴിച്ച് അല്പം ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും പുള്ളിയുടെ കരിക്ക് കഴിക്കുക പല ദിവസങ്ങളിൽ. പക്ഷെ കുറെ എൻ്റെ ചില പ്രത്യേക കാര്യങ്ങളായാലും പിന്നെ ഞാൻ ആ വഴിക്ക് പോകാറില്ല. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ആ വഴിക്ക് പോയില്ല. ആ പുള്ളി എന്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, അതൊന്നും ഞാൻ അറിയുന്നില്ല. നമ്മുടെ എത്രയോ ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നു, ഇത്രയും ഗൗരവമായിട്ടാണ് സുഹൃത്തുക്കളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
അങ്ങനെ ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെമ്പുക്കാവിൻ്റെ അതിലൂടെ പോകുന്നു. അപ്പം എന്നെ കണ്ടുപിടിക്കുന്ന അദ്ദേഹം വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പം എനിക്കും അതിശയായത് ഇങ്ങനെ ഞാനിപ്പോൾ എത്ര ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നു, ഒരു അങ്ങനെ പഠിപ്പും ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. അപ്പം അയാളുടെ പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രൂപസാദൃശ്യത്തിലെ 3 ആളുകൾ തൃശ്ശൂരുണ്ട്. ഒരാൾ കളിക്കും സ്കൂൾ അധ്യാപകരാണ്, എൻ്റെ മാതിരി ഏകദേശം കണ്ടുപിടിക്കുക ഈ ഇതേ ഒരു ദിവസം വൈകുന്നതുകൊണ്ട് ഒരു ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്. എന്നോട് പേരൊന്നും ചോദിച്ചിട്ടില്ല, ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്, ഞാൻ അന്തരിച്ചു. ശരിക്കും എൻ്റെ അതേ രൂപം തന്നെ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഞാൻ മരിച്ചു പോയി എന്ന് വിചാരിച്ചു. അയാൾ പലരോട് അന്വേഷിച്ചു, ഒരു പേരും അറിയില്ല, ആകെ കോളേജിലൊരു അധ്യാപകനാണെന്ന് മാത്രമേ അറിയൂ. എല്ലാവരോടും ചോദിച്ചു, പുള്ളിയുടെ സുഹൃത്തുക്കളോട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെന്ന് പെടുന്നത്. അപ്പോഴാണ് എനിക്ക് ഞാൻ അറിയാതെ എൻ്റെ വീട്ടിലെ ആളുകൾ പോലും ഇത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ മരണത്തിന് ശേഷം. അത്രയും അയാളുടെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ കാണാതെ ഭയങ്കര പ്രയാസത്തിലാണ്. ഇപ്പൊ ഞാൻ അവരുടെ വീട്ടിലെ എല്ലാ പരിപാടികളും ഞാൻ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ പരിപാടികളും, മകന്റെ പഠിപ്പ്, മകളുടെ പഠിപ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ. അപ്പൊ ചിലപ്പോൾ എങ്ങനെയാണ് സൗഹൃദം വന്നത്? ചെറിയ ചില സംഭവങ്ങളിലൂടെയാണ് നമുക്ക് സൗഹൃദങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് പകരമാവും അവര് പലപ്പോഴും. അങ്ങനെ ആളുകളുണ്ടെങ്കിൽ നമ്മളെത്തേണ്ട അടുത്ത് അവരെത്തും എന്നുള്ളതാണ്. എനിക്കതിൽ കുറേ അധികം ഈ കേരളത്തിലൊട്ട എല്ലാ ജില്ലകളിലും നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഏത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയാലും ഏത് പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ നമുക്കുണ്ട് എന്നൊരു തോന്നലാണ്. അതാണ് സൗഹൃദ ബന്ധം. അതെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് അതിന്റെ വില പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഇത്തരം അനുഭവങ്ങൾ. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ള ആളുകൾ, ജോലിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് നാട്ടിൽ ഉണ്ടാവില്ലല്ലോ അവര്. അപ്പൊ അവർക്ക് ഭയങ്കര മാനസിക പ്രയാസം. അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ സുഹൃത്തോടെ ഉണ്ടാവും. നമുക്ക് പ്രതീക്ഷിക്കാം, എന്റെ മകന് വേണ്ടിയിട്ട് അച്ഛനെ പോലെ ആളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഏത് സമയത്തും നമുക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവാം, ഇപ്പോഴും സൗഹൃദ ബന്ധം ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നല്ല സൗഹൃദം പലപ്പോഴും നമ്മുടെ മാനസിക പിരിമുറുക്കത്തിനും പ്രയാസങ്ങൾക്കും, പിന്നെ നമ്മളുടെ സ്വന്തം ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുപോലെ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും. ചില കാര്യങ്ങളിൽ നമുക്ക് പരിഹാരം കിട്ടുന്നത് നമ്മുടെ ഈ സുഹൃത്തിനായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ അങ്ങനെ കൂടുതൽ സംസാരിക്കുക യാഥാർത്ഥ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അപ്പൊ ഇനിയും സുഹൃത്തുക്കളില്ലെങ്കിൽ ഏത് പ്രായത്തിലും നമ്മൾ സുഹൃത്തുക്കളാവാം. എനിക്ക് എല്ലാ പ്രായത്തിലും സുഹൃത്തുക്കളുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വളരെ വയസ്സായിട്ടുള്ള ആളുകൾ വരെ നമുക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചത്, എനിക്ക് എൻ്റെ അമ്മ 87 വയസ്സ്, എനിക്ക് നടക്കാൻ പറ്റും, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനപ്പോ ഉടനെ ആലോചിച്ചത്, എൻ്റെ അമ്മ എന്നെ വളർത്തിയത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായിരിക്കും എന്നെ വളർത്തിയത്. അപ്പം എനിക്കും അമ്മയെ പരിപാലിക്കണം എന്നുള്ള അറിയാതെ ഒരു നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ പല കാര്യങ്ങൾക്കും നമ്മളാണ് അവരെ സഹായിക്കുന്നത്. അങ്ങനെയുള്ള സാധാരണ വീടുകളിലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അത് വിപരീതമായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കണമെന്നില്ല. എപ്പോഴും എൻ്റെ 2 വീടുകളിലൊക്കെ 1-2 വീടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതായത് മക്കള് പങ്കിട്ട് അച്ഛനമ്മമാരെ നോക്കുന്നത്. അവസാനം അമ്മയുടെ കാര്യം ഞാൻ പറയാം. ഒരു 4 മക്കളാണ്, ഒരു പെൺകുട്ടി, 3 ആൺകുട്ടികൾ. ദിവസങ്ങൾ പങ്കുവെച്ചിട്ടാണ് അവര് അമ്മ. അപ്പൊ ആ പെർട്ടിക്കുലർ ഡേ കാറ് വരെ ഒരു കുട്ടി അങ്ങനെ. അപ്പൊ ഒരു ദിവസം വൈകിയാൽ പ്രയാസം. അത് നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സംസ്കാരത്തില് നമ്മളെ ആളുകളെ വിലമതിക്കുന്ന, നമുക്ക് ഒരു നല്ല സംസ്കാര സമ്പന്നരായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ നമ്മൾ ഈ ഒരു കാര്യങ്ങളിലും നമുക്ക് ആ സംസ്കാരം നമ്മൾ പഠിപ്പിക്കുന്നതാണ്.
പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ പ്രയാസപ്പെടുന്നു കാണുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു. ഭൂരിഭാഗം ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ, മറ്റ് വളരെ വികസിത രാജ്യങ്ങളിലെ മാതിരി തന്നെയുള്ള മുഴുവനില്ലെങ്കിൽ തന്നെ ചെറിയൊരു തുക ഉണ്ടല്ലോ, മറ്റ് സഹായങ്ങളുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട്. ഇതേമാതിരി ഒരു സംസ്ഥാനം നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുന്നതിൽ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന ഡോക്ടേഴ്സ് അവർ പലരും പറയുന്നത് അവർക്കൊരിക്കലും ഈ കേരളത്തിന്റെ വികസനം എങ്ങനെ സാധിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വികസനത്തില് അവർ പലപ്പോഴും തടസ്സം. അതിലും അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ സാംസ്കാര സാക്ഷരരായിട്ടുള്ള എല്ലാത്തിനും മുൻപന്തിയിലുള്ളതാണ്. ജീവിക്കുന്ന ചെറിയൊരു പ്രദേശമാണ് കേരളം എന്ന്. അപ്പൊ അതിന്റെ നേട്ടങ്ങള് സ്വാഭാവികമായിട്ട് നമ്മുടെ വയോജന സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കും ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഞാൻ ഈ പറഞ്ഞൊക്കെ കുറച്ചൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം. അല്ലാത്ത എന്തെങ്കിലുമൊക്കെ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ ഈ അവരുടെ മക്കളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വേണ്ടി വരും. പക്ഷെ അതിന് നമുക്ക് പുതിയ രീതിയിൽ വയോജന ദിനമായി തന്നെ വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ. നമ്മളിപ്പോ അംഗനവാടിയിൽ എങ്ങനെയാണ് കുട്ടികളെ നോക്കുന്നത്, അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വയസ്സായ മുതിർന്ന ആളുകളെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ ഒരു ഇതിന്റെ ഭാഗം, നമ്മുടെ സംസ്ഥാനത്തിന്റെ മറ്റു പദ്ധതികളുടെ മാതിരി തന്നെ ഒരു പദ്ധതിയായി മാറും നമുക്ക്. അതുകൊണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഭാവിയിൽ തന്നെ. അപ്പൊ അതില് സ്വയമേവ അങ്ങനെ ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന ആളുകൾ, അല്ലാതെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി തന്നെ ഇത്തരം കുറെ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ കുറെ ആളുകൾക്കെങ്കിലും അത് വളരെ പ്രയോജനകരമാണ്. പല വീടുകളിൽ ചെല്ലുമ്പോൾ കാണുന്നതിൽ പ്രയാസപ്പെട്ട രംഗങ്ങളുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വായിക്കാത്ത ആരും ഉണ്ടാവില്ല, അത്ര തന്നെ നല്ല വായിക്കലില്ല. മിക്കവാറും പത്രത്തിൽ തന്നെ ഇപ്പൊ എല്ലാ പത്രങ്ങളിലുണ്ട്. സാഹിത്യമുണ്ട്, ശാസ്ത്രമുണ്ട്, വിനോദമുണ്ട്. അങ്ങനെ തന്നെയാണ് അവരെല്ലാം വായിച്ചത്, എല്ലാം ഉണ്ട്. പക്ഷെ വായന ശരിക്കും പറഞ്ഞൊരു അനുഭൂതി തന്നെയാണ്. ഞാൻ ഈ മാഷിന്റെ കാര്യം പറഞ്ഞത്, അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടായിരിക്കും. ഇനി ഇല്ലെങ്കിൽ തന്നെ എപ്പോഴും നമുക്ക് ഞാൻ ഒരു ഉദാഹരണം, എൻ്റെ അമ്മ ജീവിതത്തിന്റെ നല്ല കാലത്ത് പത്രമേ വായിച്ചിട്ടില്ല. അച്ഛൻ പലപ്പോഴും നിർബന്ധിച്ചിട്ട് അമ്മ പത്രം വായിക്കാറില്ല. അപ്പൊ അച്ഛനൊക്കെ മരിച്ച് ഈ 10 കൊല്ലത്തിനുള്ളിലാണ് അമ്മ പത്രം വായിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ മാതിരില്ല, എല്ലാ കാര്യങ്ങളും ജില്ലയിലെ എല്ലാ കാര്യങ്ങളും വായിക്കും. അപ്പോൾ ഏത് വയസ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വായിക്കാം. അതിനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക്. അതേമാതിരി തന്നെ ഇപ്പോൾ സതീഷ് സാറിലൂടെ പറഞ്ഞല്ലോ, ഇങ്ങനെ പുതിയ സോഷ്യൽ മീഡിയ, ആ സൗകര്യമെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്കും വയോജനങ്ങൾക്കും അതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ സാക്ഷരതയ്ക്കുള്ള പദ്ധതികളുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചാൽ മതി, ഇതിൽ ടച്ച് ഒന്നും ചെയ്യണ്ട. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് തരും. ഒരു നമ്പർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നയാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടും, നമുക്ക് മൊബൈലിൽ ഡയൽ ചെയ്യാം. ഇതൊന്നും വേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള പുതിയ കാലഘട്ടത്തിലെ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. വായനയ്ക്ക് നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ വായനയില് വളരെയധികം ഗുണം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഞാൻ നില ഞാൻ എൻ്റെ ഈ അടുത്ത വായനകളിൽ ശ്രദ്ധിക്കപ്പെട്ട 1-2 കാര്യങ്ങൾ, ഞാൻ 2 കാര്യം മാത്രം സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ പ്രഭാഷണം അതിലൊന്ന്, ഞാൻ പൊതുവെ ഇങ്ങനെ മലയാളം വലിയ സാഹിത്യമൊന്നും വായിക്കാറില്ല. ഞാൻ കോമേഴ്സ് പഠിപ്പിക്കുന്നത്